യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്ക ഫിസിക്സിന്റെ ഇവൻ പുലിയാണ് കേട്ട എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ തന്നെ ഏറ്റവും കുഞ്ഞനായ ഒരു ചാപ്റ്റർ ആണ് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആറ്റംസ് നമ്മൾ ഇന്നലെ വിശദമായി തന്നെ അതിനകത്തുള്ള മുഴുവൻ കണ്ടന്റുകളും ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്താണ് മക്കളെ. ഇനി അതിൽ നിന്ന് നിങ്ങളുടെ സീനിയേഴ്സിനെയും സൂപ്പർ സീനിയേഴ്സിനെയും കുഴപ്പിച്ചിട്ടുള്ള 2 പുലികളായ ചോദ്യങ്ങളാണ് അടിപൊളിയായി മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത വലിയ ഭീമാകാരൻ വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങളല്ല, 1 മാർക്കിനും 2 മാർക്കിനും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. കാരണം ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജേ 3 മാർക്കേ ഉള്ളൂ. സോ ഇത്തരം വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങളെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ 2 ചോദ്യങ്ങൾ നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങാം. സോ ഗൈസ്, വി ആർ ഗോണ സ്റ്റാർട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2018 സേ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് മക്കളെ, ശ്രദ്ധിക്കണം. An electron is revolving around the nucleus of hydrogen atom in an orbit of radius 9 times the radius of the first orbit. The angular momentum of the electron in this orbit. അതായത് ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ 9 മടങ്ങ് റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത് എങ്കിൽ ആ പറയുന്ന ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനാണ് ചോദ്യം. നിസ്സാരമായി തന്നെ ചെയ്യാം. അതിന് നമുക്കൊരു ഫോർമുല അറിയാം. Rn = എന്താണ്? n²r1 എന്ന് പറയുന്ന ഫോർമുല അറിയാം. ഇവിടെ പറയുന്നത് ഇപ്പോൾ കറന്റ്ലി റിവോൾവ് ചെയ്തിരിക്കുന്ന ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 9 മടങ്ങാണ്. ഫസ്റ്റ് ഓർബിറ്റിന്റെ 9 മടങ്ങാണ്. സോ 9r1 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. കാര്യം വൃത്തിയായി മനസ്സിലായില്ലടാ? സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വളരെ ലളിതമായി തന്നെ കണ്ടുപിടിക്കാം, ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാം. അതിനു മുമ്പ് എന്റെ മക്കളെ നിങ്ങൾ തന്നെ പറയടാ, ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും നോക്കടാ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. n² സ്ഥാനത്ത് 9 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കില്ലേ? ഒരു സംശയമില്ല. n² = 9. therefore n = എത്രയാണ്? 3 ആയിരിക്കും. എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 3. ഇനി നിസ്സാരമായി തന്നെ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ആയി തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L = എന്താണ്? അക്കോർഡിംഗ് ടു ബോർ ആറ്റം മോഡൽ L = എന്താണ്? NH/2π ആണ്. എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. സോ എന്ത് വരും? 3h/2π. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. കാര്യം വൃത്തിയായി വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയം എൻ്റെ മക്കൾക്കില്ലല്ലോ? അടിപൊളിയായി മനസ്സിലായില്ലടാ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. 1 മാർക്കിനാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് 1 മാർക്കിനുള്ള ചോദ്യമാണ്. സോ അടുത്ത ചോദ്യത്തിലോടക്കം 2021 മാർച്ചിൽ 2 മാർക്കിന് ചോദിച്ച ഒരു നിസ്സാരമായ ചോദ്യത്തിലോടക്കം ഇതായി 1 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളൂ. പക്ഷേ ഇത് ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിനാണ്. സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാം. അതേ സ്ട്രക്ചറിലുള്ള ചോദ്യം തന്നെയാണ്, അതേ പാറ്റേണിലാണ് ഇതിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് a0. ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ a0 ആണെന്ന് പറയുന്നുണ്ട്. ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഡാഷ്. സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് എന്താണെന്നാണ് ചോദ്യം. നിസ്സാരമായി തന്നെ ചെയ്യാൻ പറ്റും. Rn = എന്താടാ? n²r1 ആണ്. സോ സെക്കൻഡ് ആണ്. സോ R2 = എന്നിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? 2 അല്ലേ വരിക? ഒരു സംശയമില്ല. സോ 2² R1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യെസ്, R1 = a0 ആണെന്ന് പറഞ്ഞിട്ടില്ലേ ചോദ്യത്തിനകത്ത്? യെസ്, പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് വരും? അപ്പോൾ R1 പകരം a0 എന്ന് കൊടുക്കാം. therefore നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം മക്കളെ. R2 = 4a0. That's it. This is the final answer. R2 = 4a0. വൃത്തിയായി ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഡിഫിക്കൽട്ടായ ചോദിച്ച ചോദ്യങ്ങൾ ഈ 2 മാത്രമേ ഉള്ളൂ. ഇത് അത്ര ഡിഫിക്കൽട്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഉള്ളതിൽ ബുദ്ധിമുട്ടായ ചോദ്യം ഈ 2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഇപ്പൊ ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണെങ്കിലും, ഇമ്പാക്ട് പാരാമീറ്റർ ആണെങ്കിലും, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണെങ്കിലും, അതുപോലെ തന്നെ സ്പെക്ട്രം ആണെങ്കിലും ഡയറക്റ്റ് ആയി ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളൂ. ഈ 2 ചോദ്യങ്ങളാണ് കുറച്ചെങ്കിലും ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ 2 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ചോദ്യങ്ങളുമായി അടുത്തടുത്ത ചാപ്റ്റേഴ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയ്ക്കും ബൈ.